നമസ്കാരം. ബംഗളൂരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര റിയൽ എസ്റ്റേറ്റ് ശൃംഖലയായിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം വ്യവസായ ലോകത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ ബംഗളൂരു ലാംഫോർഡ് റോഡിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനിടയിലാണ് അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ജീവിതം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന റോയി നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ റെയ്ഡ് നടപടികളെയൊക്കെ തന്നെ പ്രതിരോധിച്ച് വരികയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നുള്ള സംരക്ഷണ ഉത്തരവ് നീങ്ങിയതോടുകൂടി അന്വേഷണം അദ്ദേഹത്തിനെതിരെ ശക്തമാവുകയും കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക ഇൻകം ടാക്സ് സംഘം ബംഗളൂരുവിലെത്തി പരിശോധന ആരംഭിക്കുകയുമായിരുന്നു. അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ഓഫീസിനുള്ളിൽ വെച്ച് നടന്ന ഈ ദാരുണമായ സംഭവം അത് കേരളത്തിലെയും കർണാടകത്തിലെയും ഒക്കെ തന്നെ വ്യവസായ സാമൂഹിക മേഖലകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുന്നതിനിടയിൽ സംഭവിച്ച ഈ ദുരന്തത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നുവോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടെ ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട ഇടപാടുകളുടെ രേഖകളും സ്ട്രോങ് റൂമുകളുടെ താക്കോലും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില രേഖകൾ തൻ്റെ സ്വകാര്യ ക്യാബിനറ്റിൽ ഉണ്ടെന്നും അവ എടുത്തു നൽകാമെന്നും പറഞ്ഞ് മുറിയിലേക്ക് കയറിയ റോയിയെ പിന്നീട് കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ്. വെടിയൊച്ച കേട്ട ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഓടിയെത്തുമ്പോഴേക്കും അദ്ദേഹം ബോധരഹിതനായിരുന്നു. തൻ്റെ പക്കലുണ്ടായിരുന്ന ലൈസൻസുള്ള തോക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം കൃത്യം നിർവഹിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരണം സംഭവിച്ചുവെന്നത് കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. പരിശോധനയുടെ സമ്മർദ്ദമാണോ അതോ മറ്റ് സാമ്പത്തിക ബാധ്യതകളാണോ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കൊച്ചി സ്വദേശിയായിട്ടുള്ള CJ റോയിയുടെ വളർച്ച അത്ഭുതകരമായിരുന്നു. സമുദ്ര സംബന്ധമായിട്ടുള്ള തൊഴിലുകളിൽ നിന്നും തുടങ്ങി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു. കേരളത്തിലെ ഫ്ളാറ്റ് വില്ല നിർമ്മാണ രംഗത്തൊക്കെ തന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഗുണനിലവാരത്തിലും കൃത്യസമയത്തുള്ള കൈമാറ്റത്തിലുമൊക്കെ തന്നെ അദ്ദേഹം പുലർത്തിയ ആ ഒരു ചിട്ടയായിട്ടുള്ള നടപടിയാണ് റോയിയെ ഈ രംഗത്ത് പ്രമുഖനാക്കി മാറ്റിയത്. ബിസിനസ് ലോകത്തെ തൻ്റെ വേറിട്ട ശൈലിയിലൂടെ അദ്ദേഹം ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ തന്നെ ഒരുപോലെ സമ്പാദിച്ചിരുന്നു. കേവല നിർമ്മാണ മേഖലയിൽ മാത്രം ഒതുങ്ങാതെ ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ മേഖലകളിലേക്കും അദ്ദേഹം തൻ്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യവസായി എന്ന നിലയിൽ നിന്നും പെട്ടെന്നുണ്ടായ ഈ പതനം റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അസ്ഥിരതകളെക്കുറിച്ചും ഏജൻസികളുടെ സമ്മർദ്ദങ്ങളെക്കുറിച്ചുമുള്ള വലിയ സംവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇവിടെ ബിസിനസ്സിനപ്പുറമായിട്ട് സാംസ്കാരിക സിനിമാ രംഗങ്ങളിലും CJ റോയി ഒരു സജീവ സാന്നിധ്യമായിരുന്നു. നമുക്കറിയാം, മലയാള സിനിമയിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലൊന്നായിട്ടുള്ള കാസിനോവ അതിൻ്റെ നിർമ്മാതാവെന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. കൂടാതെ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസിൻ്റെ മുഖ്യ സ്പോൺസറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. സ്ലോവാക്ക് റിപ്പബ്ലിക്കിൻ്റെ ഓണററി കൗൺസിലായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ മികച്ച നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. കോൺഫിഡൻറ്റ് ഫൗണ്ടേഷൻ വഴി അദ്ദേഹം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതും ഏറെ പ്രശംസിക്കപ്പെട്ടവയായിരുന്നു. നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ നൽകുന്നതിനും ഡയാലിസിസ് യൂണിറ്റുകളൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തിരുന്നു. എന്നാൽ ഒരു വലിയ ബിസിനസ് ബിംബം പെട്ടെന്ന് വീണുടയുമ്പോൾ അതിൻ്റെ ആഘാതം അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തിയിരുന്ന ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ മരണകാരണത്തെക്കുറിച്ച് അശോക് നഗർ പോലീസ് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ, ജീവനക്കാരുടെ മൊഴികൾ, അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ എന്നിവയൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. റെയ്ഡ് നടന്ന 10 മിനിറ്റുകൾക്കുള്ളിൽ മുറിക്കുള്ളിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഫോറൻസിക് പരിശോധനകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയിരുന്നതെന്ന് ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. കോടതിയിൽ നിന്നുള്ള സ്റ്റേ നീങ്ങിയതും തുടർച്ചയായ പരിശോധനകളും അദ്ദേഹത്തിൻ്റെ മനോവീര്യത്തെ ബാധിച്ചിരിക്കാമെന്നാണ് നിഗമനം. പോലീസ് കസ്റ്റഡിയിലുള്ള തോക്കും മറ്റ് ശാസ്ത്രീയ തെളിവുകളുമൊക്കെ തന്നെ വിശകലനം ചെയ്ത ശേഷം മാത്രമേ ഇത് ആത്മഹത്യയാണോ അതോ മറ്റ് അസ്വാഭാവികതകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ നിഗമനത്തിൽ എത്താനായിട്ട് കഴിയൂവെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഏതായാലും CJ റോയിയുടെ വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സഹപ്രവർത്തകരെയും ഇപ്പോൾ വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ 2 മക്കളും ബംഗളൂരുവിലേക്ക് എത്തുന്നതിനുള്ള നടപടികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഞായറാഴ്ചയോടെ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയുള്ളൂ. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൊച്ചിയിലും ബംഗളൂരുവിലും സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാര്യത്തിൽ കുടുംബം അന്തിമ തീരുമാനമെടുക്കും. ലാളിത്യവും ദൃഢനിശ്ചയവും കൊണ്ട് ബിസിനസ് ലോകത്ത് വിസ്മയങ്ങൾ തീർത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള അന്ത്യം അത് കേരളക്കരയ്ക്ക് തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ്. അദ്ദേഹം അവശേഷിപ്പിച്ചു പോകുന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഭാവി ഇനി ആരുടെ കൈകളിലാകുമെന്നത് വ്യവസായ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യമാണ്.